ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് കത്തീഡ്രൽ കൺവെൻഷന്റെ പ്രാരംഭ യോഗത്തിൽ കടന്നു വരുവാനിടയായതിൽ ഈ കൺവെൻഷനെ കുറിച്ച് വളരെ നേരത്തെ എന്നോട് പറയുകയും കൃത്യമായി ഇതിൻ്റെ പ്രാരംഭ യോഗത്തിൽ സംബന്ധിക്കണമെന്നും ഇത് ഉദ്ഘാടനം ചെയ്യണമെന്നൊക്കെ പറയുകയും വളരെ സ്നേഹത്തോടെ എന്നെ ക്ഷണിക്കുകയും ചെയ്ത അത്രയും സ്നേഹമുള്ള വികാരിയച്ഛൻ ജോണി ജോസഫ് അച്ഛനും നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ ജെഫേഴ്സൺ അച്ഛനും സഭയുടെ ഭരണസമിതി അംഗങ്ങളുടെ ഇത്രയും ബഹുമാനരായ കൈകാരന്മാർ, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട വികാരിയച്ഛൻ, അതുപോലെ നമ്മുടെ ആത്മീയ കൂട്ടങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരുമേ സഭാമംഗളങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ നമ്മോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കുന്ന ഇത്രയും സ്നേഹമുള്ള ഷെറിൻ ജോസ് എന്ന നമ്മുടെ സഹോദരനാണ്. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷകൾ വളരെ വളരെ ഭംഗിയായിട്ട് ചെയ്യുവാൻ, അർത്ഥവത്തായിട്ട് ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശ്രേഷ്ഠദാസനാണ് പ്രിയ ഷെറിൻ. വികാരിയച്ഛൻ ജോണി ജോസഫ് പറഞ്ഞു അദ്ദേഹത്തെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി. എഴുമ്പുറം ഇടവകയിൽ ആ ഇടവപ്പള്ളിയുടെ നിർമ്മാണ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നിർമ്മാണത്തിന് ശക്തമായ നേതൃത്വം നൽകിയ പള്ളി പണിയിപ്പിച്ച ലൂക്കോസ് ജോൺസ് ആണ് പ്രിയ ഷെറിൻ്റെ വല്യപ്പച്ചനാണ് എന്ന് പറയുന്നതാണ്. അപ്പോൾ കുറെ കൂടെ അദ്ദേഹത്തോടൊരു താല്പര്യം തോന്നി. ഇവിടെ വന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, തിരുമേനി അച്ഛനായിരിക്കുന്ന സമയത്ത് നമ്മൾ വിവിധങ്ങളായ മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കാളികൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെയും വളരെ സന്തോഷം. പ്രത്യേകിച്ച് വീണ്ടും കാണുവാനും വലിയ പുതുക്കുവാനിടയായ സന്തോഷമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുഗ്രഹം പ്രായമാണ് നമുക്ക് ഇടയായി തീരട്ടെ. നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ ആവശ്യപ്പെടുന്ന ദൈവവചനം ദൈവം അദ്ദേഹത്തിലൂടെ നമുക്ക് നൽകട്ടെ, വ്യാഖ്യാനിച്ച് നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത്തവണ നമ്മുടെ കൺവെൻഷന്റെ ഒരു വാക്യം നമ്മൾ എഴുതുന്നുണ്ട്. ആ വാക്യം പ്രകാരമാണ്: നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുകയും. ഒരു കാലഘട്ടങ്ങളിൽ വളരെ അധികം ഈ വചനങ്ങളെ അധികരിച്ച് പ്രസംഗങ്ങൾ, വചനഘോഷങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ നാട്ടിൽ വളരെയധികം ഘോഷിക്കപ്പെട്ട വചനമാവുന്നു ഈ വചനം. അതുകൊണ്ട് തന്നെ ഒരു ഒരു പേടിയും ഒരു ഭയവും ദൈവത്തോടുള്ള ഒരു ഭക്തിയും ഒക്കെയും ഒരു കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് വീണ്ടും വീണ്ടും കേട്ടതുകൊണ്ടാവാം കുറെ കാലമായി നമുക്ക് അത്ര വലിയൊരു പേടിയൊന്നും തോന്നാറില്ല. ഒരുപാട് വരട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ പോക്കെ എന്ന് തോന്നിപ്പോകും. വീണ്ടും ഈ 2024 ഇത് കത്തീഡ്രൽ കമ്മിറ്റി എന്നാണ് ഈ വിഷയം എടുത്തത്, അല്ലെങ്കിൽ വാക്യം എടുത്തത് എന്ന് എനിക്കറിയത്തില്ലെങ്കിലും അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കാരണം അത് നമുക്ക് വളരെ നല്ലതാണ്. മനുഷ്യപുത്രൻ നമ്മൾ വിചാരിക്കാത്ത രീതിയിലും സമയത്തിലും വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തയുള്ളവരും ഒരുക്കമുള്ളവരും ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ ഈ വർഷത്തെ ഈ കൺവെൻഷൻ യോഗങ്ങൾ അത് നമ്മളെ പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യുമാറാകും. ഈ വർഷത്തെ നമ്മുടെ കുറിവാക്യം, ലൈസൻസിന്റെ കുറിവാക്യം ആത്മാവുള്ള ആരാധന, ദൈവപ്രസാദം എന്നുള്ളതാണ്. അതിന്റെ വേദവാക്യം എടുത്തിരിക്കുന്നത് യേശു ശമരിയ സ്ത്രീയുമായിട്ട് സംസാരത്തിൽ യേശു പറയുന്ന ഒരു പ്രസ്താവനയാണത് എന്ന് നമുക്ക് അറിയാണ്ട് സാധിക്കും. വേദവാക്യം നമ്മൾ വായിച്ചു കാണാൻ സാധിക്കും. ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണം. സൈസേക്കാർക്ക് ആ വാക്യം അറിയില്ലാത്ത ആരുമില്ല. കാരണം എല്ലാ ആരാധനകളിലും എന്നപോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതും അതിന് സമാനമായ വചനങ്ങൾ പറഞ്ഞ് മാത്രമേ നമ്മുടെ ആരാധനകൾ ആരംഭിക്കുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതുപോലെ കേട്ട് വളരെ പരിചിതമാണ്. അത് ദൈവപ്രസാദമാണ് എന്ന് അവിടെ ചേർത്ത് ഞാൻ അവിടെ ചിന്തയ്ക്കായിട്ട് എഴുതുകയുണ്ടായി. അതിനെക്കുറിച്ച് അധികരിച്ച് ദൈവവചനം പ്രഘോഷിക്കണമെന്ന് എത്രയും ബഹുമാന അച്ഛന്മാരോടും സഭാ ശുശ്രൂഷകരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അവർ അതിനെക്കുറിച്ച് സംസാരിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതിൽ ഞാൻ സഭാമക്കളോട് പറയാനായിട്ട് ഉദ്ദേശിച്ച സന്ദേശം എന്നുള്ളത് വേറെ ഒന്നുമല്ല. ആരാധന എന്ന് പറയുന്നത് അത് ദേവാലയത്തിനുള്ളിൽ നമ്മൾ ഇപ്രകാരം കൂടി വന്നുള്ള ഒരു ആരാധന സങ്കല്പമാണ് ഉള്ളത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ആ ആരാധന ഞായറാഴ്ച ദിവസങ്ങളിൽ ആരാധന സമയത്ത് കൃത്യമായ ക്ലിപ്തപ്പെടുത്തിയ സമയത്ത് ദേവാലയത്തിൽ വരുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം കേൾക്കുന്നു, തിരുവത്താഴം കൈക്കൊള്ളുന്നു, പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ തിരികെ പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും തിരികെ വരുന്നു. ഞാനവിടെ സഭാമക്കളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്നുള്ള സന്ദേശം എന്നുള്ളത് വിശുദ്ധ ദിവസം 2 മണിക്കൂറുള്ള ആരാധനയ്ക്ക് ആരാധന എന്ന് പറയുന്നത് അതൊരു പ്രിൻസിപ്പിളാണ്, അതൊരു തത്വമാണ്. അതിന്റെ പ്രാക്ടിക്കൽ എന്നുള്ളത് ബാക്കി വരുന്ന 6 ദിവസങ്ങളാണ്. അതാണ് അതിന്റെ ചുരുക്കം. 2 മണിക്കൂറത്തെ ആരാധന അത് പ്രകടിപ്പിക്കുന്നത്, പ്രതിഫലിക്കുന്നത് ബാക്കി 6 ദിവസങ്ങളാണ്. ഇവിടെ നമ്മൾ ആരാധിക്കുന്ന ആ തത്വത്തിലുള്ള അല്ലെങ്കിൽ അറിവിലുള്ള വചനത്തിന് അടിസ്ഥാനമാണ് ആരാധനയിൽ. അതെന്താണ് നമ്മൾ ഉൾക്കൊണ്ടത്, അതിന്റെ അകക്കാപ്പ് എന്താണെന്ന് പുറമേയുള്ള ജീവിതമാണ് ധരിക്കുന്നത്. അതാണ് എന്റെ ചുരുക്കം. അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ച് പറയണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റ് അനേകമായ കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് ചിന്തിക്കാൻ സാധിക്കുമെങ്കിലും ഇതാണ് എൻ്റെ ആ വാക്യം എടുത്തതിൽ അഭിഷേകത്തിലൂടെ എനിക്കും നിങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത് തന്നെയാണ്. നമ്മൾ ഇന്നും നാളെയും മറ്റന്നാളുമായി ഇവിടെ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം കേൾക്കുമ്പോൾ കേട്ടിട്ട് തിരികെ പോകുമ്പോൾ അത് നമ്മുടെ ആലയത്തിന് പുറത്തുള്ള ജീവിതത്തിൽ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ, ഇവിടെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അതിന്റെ അന്തസത്ത ദൈനംദിന ജീവിതത്തിലൂടെ വെളിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിന് അതിൽ പ്രസാദമില്ല എന്നുള്ളത് തന്നെ. അതുകൊണ്ട് നമുക്കങ്ങനെ ഇവിടെയുള്ള ആരാധന മനസ്സിലാക്കുന്ന തിരുവന സത്യത്തിന്റെ വെളിപ്പെടുത്തലായ നമ്മുടെ ജീവിതം, പുറമേയുള്ള ജീവിതം മാറുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അങ്ങനെ അല്ലാത്തതിന്റെ ധാരാളമായിട്ടുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. എല്ലാം അത് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും അപ്രകാരമുള്ള മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല. അങ്ങനെയെങ്കിൽ ഇതിനെയെല്ലാം ഏറ്റവും ശ്രേഷ്ഠം എന്നെണ്ണുന്ന, ഏറ്റവും ശ്രേഷ്ഠമായ മൂല്യങ്ങൾ എന്ന് നമ്മൾ കരുതുന്ന ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ, ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ, ദൈവത്തിന്റെ വചനങ്ങൾ, പ്രമാണങ്ങൾ അത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന്റെ അനുസരിച്ച് അതിന്റെ പ്രതിഫലനം ആരാധനയ്ക്ക് പുറത്ത് ആലയത്തിനുള്ളിൽ കാണണം. അപ്പോൾ ദൈവപ്രസാദം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് വചനത്തിന് അധിഷ്ഠിതമാണ്, അല്ലെ വചനത്തിന്റെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. കർത്താവിന്റെ വരവിൽ കർത്താവ് നമ്മളെ നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അത് നമ്മുടെ ചിന്തയായിരിക്കട്ടെ, അത് നമ്മുടെ ധ്യാനമായിരിക്കട്ടെ. വളരെ പ്രാർത്ഥനാപൂർവം ഈ വർഷത്തെ കൺവെൻഷൻ യോഗങ്ങളിൽ വന്ന് വചനം കേട്ട് ഉള്ളാലെ സന്തോഷമുള്ളവരായി പുറമെ ഇറങ്ങുമ്പോൾ അതിൽ പ്രകടിപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം ഇടയാകട്ടെ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും അതിലുപരിയായി സഭാ ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങൾ വരുവാൻ 2024 കത്തീഡ്രൽ കൺവെൻഷൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കും. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാണ് ഞങ്ങൾക്ക് 2024 ആണ്ടിലും കത്തീഡ്രൽ സഭയുടെ കൺവെൻഷൻ ആരംഭം കുറിപ്പാനും സഹായിച്ച കൃപയ്ക്കായി നമ്മുടെ സ്തോത്രം. ഞങ്ങളുടെ ഈ പ്രദേശത്ത് അങ്ങനെ മോത്തമേറിയുമായി വന്ന ഹെൻറി ബേക്കർ ജൂനിയർ എന്ന അവിടുത്തെ അതിശ്രേഷ്ഠ ദൈവദാസനായി സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ അങ്ങനെ മോത്തമേറി ശുശ്രൂഷ ചെയ്ത എല്ലാ പിതാക്കന്മാരെയും ദൈവദാസന്മാരെയും ഓരോ സ്തോത്രം. അവരിലൂടെ ഞങ്ങളുടെ മോത്തമേറിയ വചനത്തിന്റെ വ്യാഖ്യാനങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ടായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ നിന്നും ധാരാളം ദൈവഭക്തന്മാരായ ആളുകളെ നമ്മുടെ എഴുന്നേൽപ്പിച്ചല്ലോ. അതിനായി സ്തോത്രം. കർത്താവെ, ഇനിയും ധാരാളം ആളുകളെ ഞങ്ങളുടെ തന്നെ എഴുന്നേൽപ്പിക്കണം.
കർത്താവെ, വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയെ ഞങ്ങൾക്ക് നൽകണം. കർത്താവെ, അത് വചനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തെ ഞങ്ങൾക്ക് ഇനിയും നൽകണം പ്രാർത്ഥിക്കും. തലമുറകൾ കഴിഞ്ഞു പോകുമ്പോൾ, പുത്തൻ തലമുറകൾ കടന്നു വരുമ്പോൾ വചനം മാറ്റമില്ലാതെ നിൽക്കുന്ന ഇഷ്ടപ്പെടുന്നതിനാൽ അതിനോട് ആഭിമുഖ്യമുള്ളവരായി ഞങ്ങളെ തീർക്കണം, ഞങ്ങളുടെ തലമുറയെ തീർക്കണം. ഞങ്ങൾ അവർക്ക് മാതൃകയാകാൻ ഞങ്ങളെയും സഹായിക്കണം. കർത്താവ്, ഞങ്ങളുടെ ഇടയിലേക്ക് ഈ വർഷം അയച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷെറിനായി പ്രത്യേകമായി സമർപ്പിച്ചിട്ടുണ്ട്. ദാസനെ അഭിഷേകം ചെയ്ത് അവർ അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ദൂത് അവിടുത്തെ ദാസനോട് നൽകി അനുഗ്രഹിക്കണം. കൃത്യമാണ് പ്രാർത്ഥന. അതുപോലെ മാത്രമേ നമ്മെ യേശുനാഥൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ.